ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രവാസികളുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ സാധാരണ നാട്ടിലെ വീട്ടിലേക്കൊക്കെ കോൾ വിളിക്കണമെങ്കിൽ ഒന്നെങ്കിലും വോയിസ് ഡയലിംഗ് സംവിധാനം ഉപയോഗിക്കാറാണ് പതിവ് കൂടുതൽ ആളുകൾ. അതായത് കാർഡ് വാങ്ങിയിട്ട് ഇന്റർനെറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് വിളിക്കുക. അപ്പോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്പുകൾ, ഉദാഹരണത്തിന് ഐമ പോലുള്ളവ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും കോൾ വിളിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് നാട്ടിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനാണ് ഈ വീഡിയോ ഭാഗത്ത് പരിചയപ്പെടുന്നത്. ഈ ആപ്ലിക്കേഷന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത രണ്ട് ഡിവൈസുകൾ തമ്മിൽ, അതായത് നിങ്ങളുടെ നാട്ടിൽ സ്ഥിരമായിട്ട് വിളിക്കുന്ന വീട്ടിലെ മൊബൈലിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല HD ക്വാളിറ്റിയിൽ അൺലിമിറ്റഡ് ആയിട്ട് കോൾ വിളിക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ആപ്പുകൾ വേറെ ഉണ്ട്. ഓക്കെ, അപ്പൊ മറ്റൊരു പ്രത്യേകത, നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് ആ വീട്ടിലെ മൊബൈലിന് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല എന്ന് കരുതുക. അതായത് അതിൽ ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ടില്ല. ഇപ്പൊ സാധാരണ മൊബൈലിൽ ഇന്റർനെറ്റ് ഓൺ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കോൾ വിളിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത മൊബൈലുകളിലേക്കും നമുക്ക് കോൾ വിളിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത മൊബൈലിലേക്ക് നിങ്ങൾക്ക് ഇനി വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ കുറച്ച് ക്രെഡിറ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കും. കൂടുതലായിട്ട് നമ്മൾ വ്യത്യസ്ത മാർഗങ്ങളിൽ കൂടി കൂടുതൽ ക്രെഡിറ്റ് നമ്മൾ നേടി എടുക്കണമെന്ന് മാത്രം. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ അറിവുകൾ കേട്ട എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഒപ്പം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലായിട്ട് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ആക്റ്റീവ് ചെയ്യുക അല്ലെങ്കിൽ ആക്റ്റീവ് ചെയ്തിട്ട് കോൾ ചെയ്യാൻ സാധിക്കുക. നിലവിൽ ഈ ഒരു മൊബൈലിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഇൻസ്റ്റാൾ ചെയ്ത് ആക്റ്റീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ പുതുതായിട്ട് എങ്ങനെയാണ് ആക്റ്റീവ് ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു. അതിനായിട്ട് ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് 4 പെർമിഷനുകൾ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് വരിക ലോഗിൻ പേജ് ആയിരിക്കും. നമുക്ക് നിലവിൽ അക്കൗണ്ട് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനും സാധിക്കില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ താഴെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റർ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആദ്യം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യത്തിൻ്റെ ഏതാണെന്ന് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യം ഏതാണോ അത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളോട് ഇവിടെ ആയിട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ്, നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അതിനായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. ഇപ്പോൾ എനിക്കൊരു വെരിഫിക്കേഷൻ കോഡ് വന്നു. ഇവിടെ ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞ കോഡിന് ഒരു 4 അക്ക ഡിജിറ്റൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ എംടി ആണ്, ഫ്രണ്ടിലായിട്ട് ഒന്നുമില്ല, റീസെൻറ്റ് കോൾ ഹിസ്റ്ററി ഒന്നുമില്ല. ഇവിടെ കോൺടാക്റ്റുകൾ കാണാം, അതുപോലെ തന്നെ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ മെസ്സേജുകൾ കാണാം. ഇവിടെ നമ്മുടെ അക്കൗണ്ട് കാണാം. ഇവിടെ നമ്മുടെ അക്കൗണ്ടിൽ വാലറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 20 DCT, അതായത് സമം 0.30 USD ഡോളറിന് തുല്യമായിട്ടുള്ള ഒരു തുക നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത മൊബൈലുകളിലേക്ക് കോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് റിവാർഡുകൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഏണിംഗ് റിവാർഡ്സ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഷെയറിംഗ് റിവാർഡ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രെഡിറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു മൊബൈലിലേക്ക് ഒന്ന് കോൾ ചെയ്യാം. ഞാനിപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇതിനകത്ത് നിലവിലുണ്ട്, നിങ്ങൾക്ക് കാണാം ഇൻ്റർനെറ്റ് കണക്ഷൻ ഇതിനകത്ത് ഉണ്ട്. എന്നാലും ഞാനൊന്ന് കോൾ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ മൈ ഐഡിയ എന്നുള്ള ഈ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു മൊബൈലിലേക്ക് കോൾ വരുന്നതെന്ന് നോക്കാം. നമുക്ക് ആ മൊബൈലിലേക്ക് നമ്മുടെ നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ട്. നമുക്ക് കോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എഴുതിയായിട്ട് കാണാം ദിസ് കോൾ ഈസ് ഫ്രീ. പൂർണ്ണമായിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോളുകൾ ഫ്രീ ആണ്, അതായത് നമുക്ക് ആപ്പ് ടു ആപ്പ് ഫ്രീ ആണ്. ഞാൻ കോൾ കട്ട് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ ഈ ഒരു മൊബൈലിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷനും കട്ട് ചെയ്യുകയാണ്. ഈ മൊബൈലിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ട് ചെയ്തു. വൈഫൈ ഇല്ല, ജിയോ 4G ആണ് കണക്ട് ചെയ്യുന്നത്, അതുമില്ല. ഇനി ഒന്നുകൂടി നമുക്ക് ഈ ഒരു മൊബൈലിലേക്ക് കോൾ ചെയ്യാം. കുറച്ച് സമയം എടുക്കുന്നതാണ്, ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് കണക്ട് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, എന്താണ് മൊബൈൽ മാറിയതെന്ന് അല്ലെ. നേരത്തെ മൊബൈൽ ഇതായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നത് സെക്കൻഡ് ആയിട്ട് എന്നുള്ളത്. ആക്ച്വലി മൊബൈൽ മാറാനുള്ള കാരണം ഞാൻ കൊടുത്തിരിക്കുന്ന നേരത്തെ കണ്ട ആപ്പില് ഉപയോഗിച്ച നമ്പർ ഈ മൊബൈലിൻ്റെതാണ്. എന്റെ ഈ ഐഡിയ നമ്പറിന്റെ മൊബൈൽ നമ്പർ ആയിരുന്നു ഞാൻ നേരത്തെ ആപ്പിനകത്ത് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു നമ്പറാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ചത്. 0076 എന്നുള്ള ഈ ഒരു നമ്പർ ആയിരുന്നു നേരത്തെ ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരിക ഈ ഒരു നമ്പറിലേക്ക്, ഡയറക്റ്റ് ഈ നമ്പറിലേക്കായിരിക്കും നമുക്ക് കോള് വരിക. അതുകൊണ്ടാണ് ഈ ഒരു നമ്പർ തന്നെ ഇവിടെ വെച്ചത്. ഇതിനകത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം വൈഫൈ എനേബിൾഡ്. ഓക്കെ, അത് ഓഫ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഒന്ന് കോൾ ചെയ്യുകയാണ്.
കുറച്ച് സമയം എടുക്കുന്നതാണ്. ഇതിനകത്ത് പ്രോസസ്സിംഗ് ആയിട്ട് വരുന്നതിന് കുറച്ച് സമയം എടുക്കും. നമുക്ക് നേരത്തെ ഇന്റർനെറ്റ് ഉള്ള സമയത്ത് കണക്ട് ആയ സ്പീഡിൽ നമുക്കിത് കണക്ട് ആവത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു കോൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഞാനിത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇത് വേറെ എവിടുന്ന് വരുന്ന കോളാണ് എന്നല്ല, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മാക്സിമം ഡ്യൂറേഷൻ ഈസ് 50 മിനിറ്റ്. നമുക്ക് 50 മിനിറ്റ് ആണ് നമുക്ക് കോള് വിളിക്കുമ്പോൾ ഇതിനകത്ത് തുടർച്ചയായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. 50 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകും. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡുകൾ പെർസെന്റേജ് നീങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സെയിം പെർസെന്റേജ് ആണ് ഇവിടെ ഉള്ളത്. വേറെ എവിടെ നിന്ന് വിളിക്കുന്ന കോളല്ല, ഞാൻ തന്നെ വിളിക്കുന്ന കോളാണ്. ഇതിന്റെ നമ്പറാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ ഇന്റർനെറ്റ് നമ്പർ ആയിരിക്കില്ല ഷോ ചെയ്യുക, സാധാരണ നമ്പർ തന്നെ ആയിരിക്കും ഷോ ആയിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വ്യക്തിക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ 2 മൊബൈലിൽ അവരുടെ നമ്പർ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ മൊബൈലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ കോള് എത്തിപ്പെടുമെന്ന് ഈ ഒരു സീന് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്പിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലായിട്ട് ചോദിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. ബൈ.